friends, welcome to LECMAC. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, അതായത് അക്കൗണ്ട്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ് മാത്സിനെ കുറിച്ചായിരുന്നു, മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഇനി ഇന്നത്തെ ക്ലാസ് അക്കൗണ്ട്സിന്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ വൈസ് അല്ല ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ബേസിക് അക്കൗണ്ടിങ് ടേംസിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ടേംസ് മാത്രമല്ല പറയുന്നത്, ഞാനൊരു ചെറിയൊരു ബ്രീഫ്, ഇപ്പോൾ +1 വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അതൊരു പുതുമയായിരിക്കും. ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. +1 കഴിഞ്ഞവർക്കും കോളേജിൽ പഠിക്കുന്നവരും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ടു പോയ കാര്യമായിരിക്കും ഗ്യാപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. 4 ക്ലാസിഫിക്കേഷൻ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അക്കൗണ്ട്സ് എന്ന് കേൾക്കുമ്പോൾ പിള്ളേർക്ക് എപ്പോഴും കുറേ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ, എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, എന്തൊക്കെ ഡെബിറ്റ് ചെയ്യും, എന്തൊക്കെ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സമ്മറൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദ സെക്ഷൻ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. അതാണ് ഞാൻ ഹെഡ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ആണ് എഴുതിയേക്കുന്നത്. ഡെഫിനിഷൻ നോക്കുന്നതിന് മുൻപേ നമുക്കൊരു കാര്യം നോക്കാം. അക്കൗണ്ടിങ് എന്താണ്? ബേസിക്കലി കണക്കെഴുത്തെന്ന് പറയും. നല്ല മലയാളത്തിൽ പറയുവാണെങ്കിൽ കണക്കെഴുത്തിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ കണക്കെഴുത്ത് എന്താണ്? നമ്മുടെ വീട്ടിൽ പാരൻസ്, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ഒന്നുകിൽ ഡേ ടു ഡേ എന്തൊക്കെ ചിലവായി, എത്ര രൂപയായി എന്ന് ഒരു ബുക്കിനകത്ത് എഴുതി വെക്കും അല്ലേ? അതല്ലെങ്കിൽ മന്ത് എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു റഫായിട്ടെങ്കിലും എഴുതി കണക്കൂട്ടി നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണും. ഉറപ്പായിട്ട് എല്ലായിടത്തും ചെയ്യുന്നുണ്ടായിരിക്കും അത്. അപ്പം അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്തൊക്കെ വരവുകൾ, എന്തൊക്കെ ചെലവുകൾ ഉണ്ടായി, എന്തൊക്കെ വരവുകൾ കിട്ടി. വരവുകൾ എന്ന് പറയാൻ പറ്റൂല, നോർമലി ഒരു ഇൻകം എന്നുള്ളത് 1-2 ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? സോ അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യവും നമ്മുടെ കയ്യിൽ നിന്ന് പോയ കാര്യത്തിൻ്റെ ഒരു സമ്മറൈസ് ചെയ്യുന്ന, അതൊക്കെ എഴുതി അതിനെ ഒരു പ്രോപ്പറായിട്ട് അടുക്കി ചിട്ടപ്പെടുത്തി, എന്താണ് ആ ഒരു മാസം നടന്നത്, നമുക്ക് കൂടുതൽ എന്തെങ്കിലും ചിലവുണ്ടായോ, ഫണ്ടിന് ഷോർട്ടേജ് വന്നിട്ടുണ്ടോ, അത് നമ്മൾ എങ്ങനെയാണ് ഇനി അടുത്ത മാസങ്ങളിൽ അത് കോപ്പപ്പ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഇത് വെച്ചിട്ടാണല്ലേ നോക്കുന്നത്. ആ ഒരു ചെയ്യുന്ന ആക്ടിവിറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കൂടുതൽ കയ്യിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത്. സപ്പോസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പാരൻസിന് എല്ലാവർക്കും എല്ലാ മാസവും ഒരേ ഇൻകം ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് സ്കൂൾ ഓർക്കുന്ന മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും? അതായത് അതിന് തൊട്ട് മുന്നത്തെ മാസം മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം സ്കൂൾ ഓപ്പണിങ്ങിനെ കുറിച്ചൊന്നും അധികം സംസാരം ഇല്ലാത്തതുകൊണ്ട് വലിയ ചിലവൊന്നും ഇല്ലാതിരിക്കും. അല്ലെങ്കിൽ ഇന്നേരം എന്തോരം പരസ്യങ്ങൾ കണ്ടേനെ നമ്മൾ ഇല്ലേ? സ്കൂബി ഡേ, പോപ്പി, പല ടൈപ്പ് ഓഫ് അംബ്രലാസ് ആവട്ടെ, സ്കൂൾ ബാഗ്സ്, പിന്നെ ബുക്സ്, യൂണിഫോം എന്നും പറഞ്ഞിട്ടൊരു വൻ ലിസ്റ്റ് തന്നെ ഉണ്ടല്ലേ? അപ്പം ഇത് മുഴുവൻ മേടിക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. എത്ര നല്ല സാധനം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഇല്ല, എനിക്ക് പുതിയത് വേണമെന്ന് പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചിട്ടല്ലേ നിൽക്കുള്ളൂ. വീട്ടുകാർക്ക് എന്തായാലും വാങ്ങിച്ചെന്നേ പറ്റുള്ളൂ. അപ്പം ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു മാസമായിരിക്കും അല്ലേ? മെയ് എൻഡ്, ജൂൺ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ മാസത്തെ ഷോർട്ടേജ് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, വീട്ടുകാർക്ക് അറിയാം. അത് ഷോർട്ടേജ് അവർ പിന്നീട് വരുന്ന മാസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരവും ചിലവും അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്യുന്ന കാര്യത്തിനാണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. സോ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക ആൻഡ് സമ്മറൈസ് ചെയ്യുക. എന്ത്? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, ഒരു പ്രോപ്പർ ഓർഡറിൽ. ആൻഡ് എങ്ങനത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സമ്മറൈസ് ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് മണി മാറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാറുള്ളൂ. ആൻഡ് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മോണിറ്ററി വാല്യൂ ഉള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അതായത് ഒരു ഫണ്ടിന്റെ ലയബിലിറ്റി വരുന്നു. ഇപ്പം നമ്മൾ സാധനം മേടിക്കുന്നത് കടത്തിനും ആവാമല്ലോ, അതൊരു ഫിനാൻഷ്യൽ ക്യാരക്ടറാണ്. ഓക്കെ, ഇപ്പോൾ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള ട്രാൻസാക്ഷൻസ്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യണേ? ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഈ സമ്മറൈസ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയെടുക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ മന്ത് എന്തൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് മനസ്സിലാവും, ഓക്കെ ഷോർട്ടേജ് ആണ്, ഫണ്ട് കടം മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അടുത്ത മാസം ആ കടം തിരിച്ചു കൊടുക്കണം, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ചാലേ നടക്കുള്ളൂ എന്നുള്ളതല്ലേ? അതൊരു ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ
ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ എല്ലാ കൊമേഴ്സ് സ്റ്റുഡൻസും ബൈ ഹാർട്ട് ആക്കിയിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ബേസിക് ടേംസിലോട്ട് പോവാണ്. അപ്പം ഞാൻ കുറച്ച് ടേംസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് മുഴുവനൊന്നുമില്ല, ഓരോ സ്റ്റെപ്പ് വെച്ച്. ആദ്യം ഏറ്റവും ബേസിക്കിൽ നിന്ന് തുടങ്ങും. വാട്ട് ഈസ് എ ബിസിനസ്? നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങും. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും അക്കൗണ്ട്സ് പഠിക്കുകയൊക്കെ ചെയ്യണം എന്തിനാണ്? കൊമേഴ്സ്, ദാറ്റ് ഈസ് ബിസിനസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതെല്ലാം നോക്കുന്നത്. അപ്പം എന്താണ് ബിസിനസ് എന്നുള്ളതാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി aimed at profit making. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിനെയും എന്തെന്ന് പറയാം? ബിസിനസ് എന്ന് പറയാം. പ്രോഫിറ്റ് എന്നുള്ള ടേം അവിടെ നോക്കുക. ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പ്രോഫിറ്റ്, ലാഭം ജനറേറ്റ് ചെയ്യാനായിട്ട്. എങ്ങനെ? ത്രൂ കൊമേഴ്സ് ലൈക്ക് ട്രേഡ് ഓഫ് കൊമേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യം എന്താ? ഓക്കെ, ശരി, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു കട തുടങ്ങാൻ പോവാം. കട തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ ചോദിക്കണം എന്താ? കാശ് എവിടെ നിന്ന്? ഈ കാശെന്ന് പറയുന്നതിന് പക്ക അക്കൗണ്ടിങ് ടേമിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ക്യാപിറ്റലാണ്, മൂലധനം. അതായത് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ ഓണർ നിക്ഷേപിക്കേണ്ട എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ. ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ക്യാഷ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം, ക്യാഷ് ആകാം, അസറ്റ്സും ആവാം. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവാണ്. എന്താ പറയുക, ഇപ്പോൾ ഒരു തട്ടുകട തുടങ്ങാൻ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ വേണം അല്ലേ? അത് വാങ്ങിക്കാൻ നിൽക്കുവാണെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോകും. ഇപ്പം നല്ല അത്യാവശ്യം വലിപ്പമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാവ് കലക്കാനും നമ്മുടെ ഓംലെറ്റ് ചെയ്യാനും ഒക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ റെഡിയാക്കാനുള്ള പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധനം തന്നെ എടുക്കാമല്ലേ? നമ്മുടെ സാധനം എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അതല്ലാതെ പിന്നെ വലിയ വലിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രം എന്തെടുത്താൽ മതി? ക്യാഷ് കൊടുത്താൽ മതി. ഓക്കെ, സോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്. ഏത് ഫോമിൽ വേണോ ആകാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഓൺ ചെയ്യുന്ന സാധനങ്ങളെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും അസറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് എന്തുണ്ടായിരിക്കണം? ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടായിരിക്കണം. സോ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? എനിത്തിങ് ഓൺഡ് ബൈ ദ ഓണർ, അതായത് ബിസിനസ് ഓണർ of the business which have monetary value. ഇതെല്ലാം ഞാൻ ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. ഒന്ന് വലിയ അക്ഷരം, എനിക്ക് ബോർഡിൽ വലിയ അക്ഷരമൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അക്ഷരം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. സോ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ഓൺ ബൈ ദ ഓണർ ഓഫ് ദ ബിസിനസ് വിച്ച് ഹാവ് എ മോണിറ്ററി ഓർ എക്കണോമിക് വാല്യൂ എന്നാണ്. ഇനി അടുത്തത്, അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ, ഓൺഡ് പ്രോപ്പർട്ടീസ്. ഇനി അടുത്തത് ലയബിലിറ്റി, നമുക്കുള്ള സാധനങ്ങളാണ് അസറ്റ് എന്ന് പറയുന്നത്, നമുക്ക് വരേണ്ടതായിട്ടുള്ളത്. അടുത്തത് ലയബിലിറ്റി എന്താണെന്നാണ്. ലയബിലിറ്റി കറക്റ്റ് മലയാളത്തിൽ പറയുവാണെങ്കിൽ ബാധ്യത എന്ന് പറയും. ഓക്കെ, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഇതെന്താണ്? ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ, ഒരു ഒബ്ലിഗേഷനാണ്. ഒബ്ലിഗേഷൻ ഓർ എ ഡെപ്റ്റ്, ഒരു കടമോ ഒരു ഒബ്ലിഗേഷനോ ആണ് എന്തെന്ന് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
അസറ്റ് എന്തായിരുന്നു? എനിത്തിങ് ഓൺഡ് ബൈ ദ ഓണർ ആണെങ്കിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് എനിത്തിങ് ഓൺഡ് ബൈ ദ ബിസിനസ്. ഓട്ട് ഇവിടെ ആണെങ്കിൽ ഓൺഡ്. ഓൺഡ് എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കിയിട്ടുള്ളത്, ഓഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബാധ്യസ്ഥരായിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ്. ഓണ്ടും ഓടും. ഓക്കെ, സോ ലയബിലിറ്റി എന്ന് പറയുന്നത് എനിത്തിങ് ഓഡ് ബൈ ദ ബിസിനസ്. പിന്നെ ഒരു കാര്യം, ഈ ടേംസ് ഒക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ കുട്ടി കുട്ടി ഫോമിൽ എഴുതിയേക്കുന്നതാണ്. ഇതിനെ ഒന്നും ഇതുമാതിരി എടുത്തിട്ട്, അതായത് ജസ്റ്റ് ഒരു 1 വേർഡിലൊന്നും ആൻസർ ഷീറ്റിനകത്തോട്ട് എഴുതി കളയരുത്. നമ്മുടെ പിള്ളേർക്കുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞു കൊടുത്താൽ കണക്ക് ഓക്കെ പിന്നെയും പ്രശ്നമില്ല. ഇതുപോലെ നമ്മുടെ തിയറി പേപ്പറിനകത്ത് ഷോർട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഷോർട്ട് മാത്രം കാണും ആൻസർ ഷീറ്റിനകത്ത്, ബാക്കിയുള്ള ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ ഇതുമാതിരി എഴുതി വെക്കാതെ കുറച്ചൊക്കെ ആഡ് ചെയ്ത് ഒരു പ്രോപ്പർ സെൻറ്റൻസ് ആക്കി എഴുതണം. ഇതിപ്പോൾ എപ്പോഴും മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, സോ കം ടു പോയിന്റ്. അപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത എന്നുള്ളതാണ്, എനിത്തിങ് ഓഡ് ബൈ ദ ബിസിനസ്. ഇനി അടുത്തത് ഇൻകം എന്താണ് എന്നുള്ളതാണ്. ഇൻകം എന്ന് പറഞ്ഞാൽ എനി ഇൻക്രീസ് ഇൻ ദ നെറ്റ് worth of the business either through business or from other source. അതായത് നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലാത്ത, ഒന്നുകിൽ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത്, അതല്ലെങ്കിൽ അതല്ലാതെ. ഇപ്പൊ അതല്ലാതെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ നോർമലി പ്രിമിസസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഞാൻ പ്രിമിസസ് പറയാത്തത് പെട്ടെന്ന് കാര്യം മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ബിസിനസ് ഓൺഡ് ബിൽഡിങ്സിനെല്ലാം പ്രിമിസസ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ബിസിനസ്സിനൊരു പ്രിമിസസ് ഉണ്ട്. ആ പ്രിമിസസ് യൂസ് ചെയ്യാതെയാണ് കിടക്കുന്നത്, അതിൻ്റെ ഓണറിൻ്റെ പ്രിമിസസ് യൂസ് ചെയ്യാതെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് റെൻറ്റിന് കൊടുത്ത് അയാൾക്ക് ഉറപ്പായിട്ട് റെൻറ്റ് കിട്ടും അല്ലേ. സോ അപ്പോൾ അതെന്താണ്? അഡീഷണൽ ഇൻകം ആണ്. അതായത് അഡീഷണലി കയ്യിൽ വന്നതാണ്, നമ്മളിപ്പോൾ ചെയ്യുന്ന ബിസിനസ് ത്രൂ വന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒന്നുകിൽ ബിസിനസ് ത്രൂ കിട്ടിയതോ ഇല്ലെങ്കിൽ അഡീഷണൽ സോഴ്സിൽ നിന്ന് കിട്ടിയതോ ആയിട്ടുള്ള നെറ്റ് വർത്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ക്ലിയർ ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ബിസിനസ് റൺ ചെയ്യുവാണല്ലോ. സോ ഒരു 1 lakh റുപ്പി ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഇയർ നമുക്ക് ഒരു 50,000 പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അതേ വർഷം തന്നെ നമുക്ക് റെന്റ് എല്ലാം കൂടി ചേർത്തൊരു 20,000 കിട്ടിയെങ്കിൽ നമ്മുടെ നെറ്റ് വർത്ത് 1 lakh ആണല്ലേ. സോ ഈ 1 lakhന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യും. പ്രോഫിറ്റ് 50,000, അപ്പോൾ അത് 1,50,000 ആയി. ആൻഡ് ദെൻ നമുക്ക് റെന്റ് കിട്ടിയിട്ടില്ലേ, റെന്റും അതർ ഇൻകം, അതർ സോഴ്സസ് ഓഫ് ഇൻകംസും കൂടി ചേർത്തിട്ട് 20 കിട്ടി. അപ്പോൾ 1,70,000 ആണ്. അതാണ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്സ്പെൻസ്. നമ്മൾ എപ്പോഴും കൂട്ടി പറയുന്ന കാര്യങ്ങൾ, അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, റവന്യൂ, എക്സ്പെൻഡിച്ചർ എന്നുള്ളത്. സോ എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസസ് കോസ്റ്റ്. സിംപ്ലി ടെല്ലിങ് കോസ്റ്റ് ആണ്. എന്തിനുള്ള കോസ്റ്റ്? കോസ്റ്റ് ഇൻകേർഡ് ടു generate cost incurred to generate revenue. ഇവിടെ യും ബി എല്ലാം ഒരുപോലെ ആയി പോകുന്നല്ലേ. റവന്യൂ. ഓക്കെ, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസിന്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന ചെലവുകളെയാണ് എന്തെന്ന് പറയുക? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ പോയിന്റിലോട്ട് തിരിച്ചു വരാം. റവന്യൂ എടുത്തതിന് ശേഷം ഞാൻ അഗെയിൻ ഇതിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ അടുത്തത് റവന്യൂ ആണ് നോക്കാൻ പോണത്. എക്സ്പെൻസിന് ഞാൻ മേളിൽ കയറ്റി എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നേരത്തെ ലാസ്റ്റ് എൻഡിലല്ലേ എഴുതിയിരുന്നത്. സോ വാട്ട് ഈസ് റവന്യൂ എന്നുള്ളതാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എനിത്തിങ്
generated by the business, anything generated by the business through sale of its product or service. അതായത് ഒരു ബിസിനസ് എന്ത് പേർപ്പസ്, അതായത് ഒരു സാധനം വിൽക്കാനോ സേവനം വിൽക്കാനോ ഉള്ളതായിരിക്കും അല്ലേ. സോ സാധനമോ സേവനമോ വിറ്റ് കിട്ടുന്ന എമൗണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, റവന്യൂ എന്ന് വെച്ചാൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യിക്കുന്ന ഇൻകത്തിനെയാണ് എന്തെന്ന് പറയുക, റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ബാക്ക് ടു എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്താനായിട്ട്, അതായത് ബിസിനസ്സിൽ ഒരു സാധനം വിൽക്കാനാണെന്ന് വെച്ചോ. അപ്പം എന്താ ചെയ്യുക, നമ്മൾ നേരത്തെ ബിസിനസ് തുടങ്ങിയപ്പോൾ തട്ടുകടയല്ലേ എടുക്കുക. സോ തട്ടുകട തന്നെ എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തട്ടുകടയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, കുറച്ച് സാധനങ്ങൾ, പാത്രങ്ങൾ, അതല്ലെങ്കിൽ മറ്റേ വണ്ടി, ഗ്യാസ് സ്റ്റൗ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. അതിനെല്ലാത്തിനും നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കുണ്ടായ കോസ്റ്റാണ്. എന്തിനു വേണ്ടിയിട്ടുണ്ടായ കോസ്റ്റ്, നമുക്ക് ആ ബിസിനസ് നടത്തി, തട്ടുകട നടത്തി, അതിൽ നിന്ന് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യിക്കൂലേ, ആ ഇൻകത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ആണ് എന്തെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇൻകം എന്തായിരുന്നു, ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന സാധനം, റവന്യൂ പ്ലസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇൻകം, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് മണി ആണ് ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് ചെയ്ത് കിട്ടുന്നതല്ലാതെ വേറെ ഏതെങ്കിലും സോഴ്സ്, അതും പ്ലസ് വേറെ സോഴ്സിൽ നിന്ന് കിട്ടുന്നത്, രണ്ടും കൂടി ചേർത്ത് ഇൻകം എന്ന് പറയും. ഇൻകത്തിനകത്ത് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ റവന്യൂ എന്ന് വെച്ചാൽ ബിസിനസ് ചെയ്ത് കിട്ടുന്ന കാര്യം, ദാറ്റ് ഇസ് പ്രോഫിറ്റ്. അതാണ് എന്തെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ ഉണ്ടാക്കാനായിട്ട് ഒരു ബിസിനസ്സിന് ഉണ്ടായ ചെലവുകളെയാണ് എന്തെന്ന് പറയുക, എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്പെൻസ് ഇൻകേർഡ് ടു അക്വയർ an asset. ഒരു അസറ്റ് ഓൺ ചെയ്യാനായിട്ട് ഉണ്ടായ ചെലവുകളെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പെൻഡിച്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നടക്കുന്ന കാര്യമാണ്. ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്ത് നേച്ചറാണ്, റെക്കറിങ് നേച്ചറാണ്. ദാറ്റ് ഈസ് റിപ്പീറ്റിംഗ് നേച്ചറിലാണ് എക്സ്പെൻസ് വരുന്നത്. പക്ഷേ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു റിപ്പീറ്റിംഗ് നേച്ചർ ആയിട്ട് ആയിരിക്കത്തില്ല. ദാറ്റ് ഈസ് ഒരു മെഷീനറി വാങ്ങിച്ച് എല്ലാ വർഷവും നമ്മളിങ്ങനെ മെഷീനറി മേടിച്ചുകൊണ്ടിരിക്കും, ഇല്ലല്ലോ, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ചിലവുകളാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻഡിച്ചറിന് നോർമലി ഒരു രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഇതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു സാധനമോ ഇല്ലെങ്കിൽ അസറ്റ് ഓർ സർവീസ് ആണേ, സാധനമോ സേവനമോ. ഇപ്പോൾ ലൈക്ക് സർവീസ് ഇൻ ദ സെൻസ് നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു അസറ്റാണ്. നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മേടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ വേറൊരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം മേടിക്കണം. ഇതൊക്കെ മേടിക്കാൻ ബൾക്ക് എമൗണ്ട് ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ ആ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എക്സ്പെൻഡിച്ചറിനകത്താണ് വരുന്നത്. ഇനി എങ്ങനെ ക്ലാസിഫിക്കേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് എത്ര നാൾ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. സോ ഇഫ് ദ ബെനിഫിറ്റ് ലാസ്റ്റ് up to 1 year, 1 year വരെ, അതായത് 1 yearന് ഉള്ളിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ബെനിഫിറ്റ് ലാസ്റ്റ് മോർ ദാൻ an year,
ഒരു വർഷത്തിൽ കൂടുതൽ, more than an year, is called capital expenditure. So expenditure എന്ന് പറഞ്ഞാൽ ഒരു സാധനമോ സേവനമോ ജനറേറ്റ് ചെയ്യിക്കാനായിട്ട്, നമ്മൾക്ക് അക്വയർ ചെയ്യാനായിട്ട് ഉണ്ടായ ചെലവിനെയാണ്. അതിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നാളാണോ നമ്മൾ ആ മേടിച്ച സാധനത്തിൻ്റെ ബെനിഫിറ്റ് നിൽക്കുന്നത്, ആ ബെനിഫിറ്റിനേക്കാളും ആ ബെനിഫിറ്റ് ഒരു 1 ഇയറിനുള്ളിലാണ് കംപ്ലീറ്റ് ആവും എന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും, ആൻഡ് നമ്മൾ മേടിച്ച സാധനത്തിൻ്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണ്. ഓക്കെ, എക്സ്പെൻസ് എക്സ്പെൻഡിച്ചർ വേറെയാണ്, ഇൻകം റവന്യൂ വേറെയാണ്. ഇൻകത്തിൻ്റെ ഒരു പാർട്ടാകാം നമ്മുടെ റവന്യൂ, ദാറ്റ് ഇസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ തിരിച്ചാവാൻ പറ്റില്ല, അതായത് റവന്യൂവിൻ്റെ പാർട്ട് ഇൻകം ആവില്ല. ആൻഡ് എക്സ്പെൻസ് എക്സ്പെൻഡിച്ചർ, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യിക്കാനായിട്ടുള്ള, ദാറ്റ് ഈസ് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യിക്കാനുണ്ടായ ചെലവിനെയാണ് പറയുന്നത്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലത്തേക്ക് വേണ്ടിയിട്ട് അസറ്റോ സർവീസോ എങ്കിലും അക്വയർ ചെയ്യാനായിട്ട്, അസറ്റ്സോ സർവീസ് അക്വയർ ചെയ്യാനായിട്ടുണ്ടായ ചെലവ്. ഓക്കെ, എക്സ്പെൻസ് റെക്കറിങ് നേച്ചറാണ്, എക്സ്പെൻഡിച്ചർ റെക്കറിങ് നേച്ചർ അല്ല. ഇനി എക്സ്പെൻഡിച്ചറിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും. എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് 1 ഇയറിലാണ്, വിത്തിൻ 1 ഇയറിൽ തീരുമെങ്കിൽ അത് റവന്യൂവും, മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആണ്. ഇനി അടുത്ത ലാസ്റ്റ് 2 ടേംസ്, ഇത്രയും ടേംസേ ഉള്ളൂ എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഇനി ടേംസ് ഉണ്ട്, പക്ഷെ നോർമലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് അല്ലേ, സോ ഇപ്പോൾ ബേസിക്സ് എപ്പോഴും നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഇനി ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ഹൂ ഓസ് ടു ദ ബിസിനസ്. ഈ ഓസ് എന്നുള്ള വേർഡ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലേ, എവിടെ വന്നിട്ടുള്ള അസറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടോ അല്ലേ. ഓസ് എന്ന് പറഞ്ഞാൽ ബാധ്യസ്ഥരായിരിക്കുക എന്നുള്ള അർത്ഥം. അപ്പം ഡെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിനോട് ബാധ്യസ്ഥരാണ്, അതായത് ബിസിനസ്സിന് അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള ആൾക്കാരനെയാണ് എന്താന്ന് പറയുന്നത്, ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടമാണ് അല്ലേ, അപ്പോൾ ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാർ മീൻസ് ബിസിനസ്സിന് കൊടുക്കാനുള്ള ആൾക്കാർ. നമ്മളെപ്പോഴും അക്കൗണ്ട്സിൽ നമ്മളെപ്പോഴും നമ്മളെ ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് കണ്ടുവേണം എല്ലാ കാര്യങ്ങളും വ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനാണ് ബിസിനസ് എങ്കിൽ എനിക്ക് ഡെറ്റേഴ്സ്, നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ തരാനുള്ള ആൾക്കാർ എൻ്റെ ഡെറ്റേഴ്സാണ്. ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് കാശ് കൊടുക്കാനുള്ള ആൾക്കാർ ക്രെഡിറ്റേഴ്സ്, നമ്മൾ കടക്കാരെന്ന് പറയും. ബിസിനസ് ആർക്കാണോ ഫണ്ട് കൊടുക്കാനുള്ളത് അവർ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സും, ബിസിനസ്സിന് കാശ് കൊടുക്കാനുള്ള ആൾക്കാർ ഡെറ്റേഴ്സുമാണ്. ക്ലിയർ ആണേ? ഇനി അടുത്ത സെക്ഷൻ ക്ലിയർ ആണേ? അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം, ഇനിയും കുറച്ച് ക്ലാരിറ്റി വരാനായിട്ട്. ഓക്കെ, ബിസിനസ് 2 ആൾക്കാർ എയും ബിയും. അപ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക് ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽസ് നടത്തിയിട്ടുണ്ട്, അതായത് സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടത്തിനാണ് ഇയാൾ മേടിച്ചത്. ഇയാൾ ഇനി എന്ത് ചെയ്യണം, ബിസിനസ്സിന് അങ്ങോട്ട് കാശ് കൊടുക്കാനുണ്ടല്ലേ, കടം പറഞ്ഞല്ലേ വാങ്ങിച്ചത്. സോ എ എന്ന് പറയുന്നത് ആരാണ്, ഡെറ്ററാണ്. ഓക്കെ, ബിസിനസ് എക്ക് കുറച്ച് സാധനങ്ങൾ കടത്തിന് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇയാൾ സാധനമൊക്കെ മേടിച്ചു വെച്ച്, അപ്പം ഇനി ഇയാൾ ബാധ്യതനാണ് എന്തിന്, ബിസിനസ്സിന് കാശ് കൊടുക്കാനായിട്ടുള്ള. സോ എ എന്ന് പറയുന്നത് ഡെറ്ററായി. ഇനി അടുത്തത് ബിസിനസ് ഇയാൾക്ക് സെയിൽസ് നടത്താനായിട്ട് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടാവും അല്ലേ. ബിസിനസ് ഉറപ്പായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ടായിരിക്കും, അതായത് ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ ബിസിനസ്. ഈ കേസിലാണെങ്കിൽ ബിസിനസ് ബിയുടെ കയ്യിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അതും എന്തായിരിക്കും, ഒരു ബിസിനസ്സും അങ്ങനെ റെഡി ക്യാഷ് കൊടുത്ത സാധനങ്ങളൊന്നും മേടിച്ച് ബിസിനസ് ചെയ്യാറില്ല, ഹാഫ് പേയ്മെൻറ്റും ബാക്കി ക്രെഡിറ്റും ആയിരിക്കും. അപ്പോൾ ബിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ബിസിനസ്സിന്
എന്തുണ്ട്? ബിക്ക് കാശ് കൊടുക്കാനുള്ള ബാധ്യസ്ഥതയുണ്ട്. സോ ബി എന്ന് പറയുന്നത് ബിസിനസിൻ്റെ ക്രെഡിറ്റർ ആണ്. ഒന്നുകൂടി പറയണോ? വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. രണ്ടുപേര് എ ആൻഡ് ബി, ബിസിനസ് രണ്ടുപേരുമായിട്ടാണ് ട്രേഡ് നടത്തുന്നത്. എക്ക് സെയിൽസും ആണ് ചെയ്യുന്നത്, ബിയുടെ കയ്യിൽ നിന്ന് പർച്ചേസും ആണ് ചെയ്യുന്നത്. സാധനം മേടിക്കുന്നതും സാധനം വിൽക്കുന്നതും കടത്തിലാകുന്നു. ഓക്കെ, ദെൻ എക്ക് കടത്തിന് വിറ്റു. ഇറ്റ് മീൻസ് എ ബിസിനസ്സിന് കാശ് കൊടുക്കണം. അപ്പോൾ ഡെറ്റർ ആരാണ്? എ. ദെൻ അടുത്ത കേസ്, ബിയുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ആ മേടിച്ചത് രൂപ തിരിച്ചു കൊടുക്കണമല്ലോ. സോ ബിസിനസ്സിനെ സംബന്ധിച്ച് ബി എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റേഴ്സ് വരുന്നത്, സെയിൽസ് ചെയ്യുമ്പോഴായിരിക്കും ഡെറ്റേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ. സോ ഇനി അടുത്തൊരു ബേസിക് ടിപ്പ്, അക്കൗണ്ട്സിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അക്കൗണ്ട്സിൽ എപ്പോഴും എല്ലാ ഐറ്റത്തിനെയും ഒരു 5 കാറ്റഗറിയിലായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്തൊക്കെ? അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസ്, ഇൻകം ആൻഡ് ക്യാപിറ്റൽ. ഞാനിവിടെ ഒരു കാര്യം കൂടി എഴുതി ചേർക്കാം, ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്താണെന്നറിയാവോ? നമ്മൾ ഈ വരച്ച് വെക്കുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ഡ്രോയിങ്സ്. എടുക്കുക എന്നുള്ള മീനിങ് ആണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എവിടെ നിന്നാണ് ചെയ്യുക? ക്യാപിറ്റലിൽ നിന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു 1,00,000 രൂപ ഇട്ട് ഒരു ബിസിനസ് നമ്മൾ തട്ടിട തുടങ്ങിയല്ലോ. 1,00,000 രൂപ ആവോ? മറ്റേ വലിയ സാധനത്തിന് നല്ല എമൗണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള. സോ 1,00,000 രൂപ ഇട്ട് ബിസിനസ് ഉണ്ടാക്കി. എന്നിട്ട് ബിസിനസ്സിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പ്രോഫിറ്റ് എനിക്കുള്ളതാണല്ലോ. അതല്ലാതെ ഞാൻ ബിസിനസ്സിൽ നിന്ന് എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്, ഇതാണ് നമ്മുടെ മെയിൻ വേർഡ്, പേഴ്സണൽ യൂസ് ഇല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ് എന്ന് പറയും. എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ബിസിനസ്സിൽ നിന്ന് ഒരു അസറ്റ്, സാധനമായിട്ടോ ക്യാഷോ എടുക്കുവാണ്. അങ്ങനെ എടുക്കുന്ന എമൗണ്ടിനെ എന്തെന്ന് പറയും? ഡ്രോയിങ്സ് എന്ന് പറയും. ഇപ്പോൾ 1 lakh ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 10,000 രൂപ എടുത്തു. ഇത് ഇനി അടുത്ത മാസം വരുന്ന പ്രോഫിറ്റിൽ നിന്ന് അങ്ങ് കുറയ്ക്കാം എന്നൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ ഇട്ട എമൗണ്ട് ക്യാപിറ്റൽ 1 lakhൽ നിന്ന് തന്നെ അത് കുറയുന്നതാണ്. ഓക്കെ, സോ ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റലിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് പറയുന്നത്. ഇത് പൊതുവേ നമ്മൾ എവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ കുറച്ചാണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡപ്പ് ചെയ്യുന്ന നേരത്ത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടെങ്കിൽ അത് കുറച്ചാണ് കാണിക്കുക. ഓക്കെ, ഇനി ബാക്ക് ടു അവർ പോയിന്റ്. അങ്ങനെ ഞാനൊരു 6ാമത്തെ ഐറ്റം കൂടി എഴുതിയിട്ടുണ്ട്, ഡ്രോയിങ്സ്. ഈ ഓരോന്നും എവിടെയൊക്കെയാണ് പോകുന്നത്? നമ്മൾ ഈ ആരെ ഡെബിറ്റ് ചെയ്യും ആരെ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതാണ് പറയാനായിട്ട് പോകുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ഒരു ഷോർട്ട് ഫോം എടുക്കാം. എന്താണെന്ന് വെച്ചാൽ AED ആൻഡ് LIC. LIC എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുമല്ലോ. AD ഓർമ്മയിൽ നിൽക്കുമല്ലോ. എന്താണെന്ന് വെച്ചാൽ ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് ക്യാപിറ്റൽ. C4 എന്താണ്? നമുക്ക് എപ്പോഴും നമ്മൾ അക്കൗണ്ട്സിൽ നോക്കുന്ന 2 വലിയ കാര്യമാണ് എന്ത്? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ C മീൻസ് ക്യാപിറ്റൽ ആൻഡ് ഓൾസോ എന്ത്? ക്രെഡിറ്റ്. ആൻഡ് D മീൻസ് ഡ്രോയിങ് ആൻഡ് ഓൾസോ ഡെബിറ്റ്. സോ ലയബിലിറ്റിയും ഇൻകവും ക്യാപിറ്റലും ക്രെഡിറ്റ് ചെയ്യുക, അസറ്റും എക്സ്പെൻസും ഡ്രോയിങ്സും ഡെബിറ്റ് ചെയ്യുക. ട്രാൻസാക്ഷനിൽ ജേർണൽ എൻട്രീസ് വരുന്ന നേരത്ത് ആൻഡ് ഓൾസോ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത്.
ക്ലിയർ ആയല്ലോ? അസറ്റ് എക്സ്പെൻസ് ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി എന്താ ഈ ക്രെഡിറ്റ് ചെയ്യുക ഡെബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, എല്ലാ അക്കൗണ്ടിനും രണ്ട് സൈഡ് കാണും അല്ലേ? അക്കൗണ്ട് വരച്ചാൽ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും അല്ലേ? നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ അതനുസരിച്ചാണ് നമ്മൾ ബാക്കി എഴുതുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, എങ്ങനെ അറിയാൻ പറ്റും അസറ്റ് ആണോ ലയബിലിറ്റി ആണോ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്നൊക്കെ? അത് നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളുടെ റെൻറ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു വാടക അല്ലേ? വാടക കിട്ടുന്നതാവാം കൊടുക്കുന്നതാവാം, കിട്ടുന്നതാണെങ്കിൽ ഇൻകം, കൊടുക്കുന്നതാണെങ്കിൽ എക്സ്പെൻസ്. ആൻഡ് മെഷീനറി സാധനം മേടിച്ചത് അല്ലേ? ലോങ് ടൈമിലത്തേക്ക് വേണ്ടി വാങ്ങിയ ഒരു സാധനം നമ്മുടെ സ്വന്തം, അപ്പോൾ അത് അസറ്റ് ആയില്ലേ? ഇനി ക്രെഡിറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുക്കാനുള്ള ആൾക്കാരാണ്, അവർ നമ്മുടെ ലയബിലിറ്റി ആണല്ലേ? അസറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചിലവെന്ന് പറയാൻ പറ്റൂല, കാശൊന്നും പോയില്ലല്ലോ. ഇൻകം ഒന്നും പറയാൻ പറ്റില്ല, പിന്നെ ഏത് കാറ്റഗറിയില്ല, ക്യാപിറ്റൽ അല്ലല്ലോ. പിന്നെ വരുന്ന ഏതാണ്? ലയബിലിറ്റിയിലാണ്. സോ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി, അത് നമ്മുടെ യുക്തിപരമായ ചിന്തയിൽ കൂടി എങ്ങനെ എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആൻഡ് ദെൻ പിന്നെ +1 കയറുന്ന കുട്ടികൾക്ക് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കാര്യം ക്ലിക്കായിന്ന് വരില്ല, കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, മനസ്സിലാകാവുന്നതേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്താണെന്നുള്ളത്. സോ ടു ആ പോയിന്റ്, ഡെബിറ്റും ക്രെഡിറ്റും ഏത് അക്കൗണ്ട് ആണോ വരയ്ക്കുന്നത് നോക്കിയിട്ട് ആ അക്കൗണ്ടിലോട്ട് എടുത്ത് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. അസറ്റിൻ്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അസറ്റിന് ഡെബിറ്റ് അല്ലേ ചെയ്യുക? എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റിലായിരിക്കും അസറ്റ് ആണെങ്കിൽ. ഞാൻ ഇതെടുത്തിട്ടാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അസറ്റിൽ എന്ത് ഇൻക്രീസ് വന്നാലും ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രീസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിക്രീസ് വരുമ്പോൾ ക്രെഡിറ്റിലോട്ട് എഴുതും. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സെയിൽസും പർച്ചേസും, സപ്പോസ് എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്തു എന്ന് വെച്ചോ. പർച്ചേസിന് ചെയ്തു എന്ന് വെച്ചാൽ എന്താണ്? അസറ്റ് കൂടിയല്ലേ? അപ്പോൾ നമ്മൾ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അസറ്റ് കൂടിയ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇനി പർച്ചേസ് ആണ് ചെയ്തതല്ലേ, ക്യാഷിലും ആവാം കടത്തിലും ആവാം അല്ലേ? സോ ടു ക്യാഷ് അസറ്റ് ആണ്, കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് വന്നുണ്ടോ? ഇനി അടുത്തത്, അതല്ലെങ്കിൽ കടമാണ് മേടിച്ചതെങ്കിൽ ആര് വരും അവിടെ? ക്രെഡിറ്റർ വരും അല്ലേ? ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലയബിലിറ്റി ആണ്. അപ്പോൾ ലയബിലിറ്റി ഇപ്പം നമുക്ക് ലയബിലിറ്റി കൂടിയതാണ്, നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്, ക്രെഡിറ്റിലോട്ട് വരും. ഓക്കെ, പർച്ചേസിൻ്റെ കേസാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ബാക്കിലോട്ട് പോയിട്ട് ഇത് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഒറ്റയടിക്ക് കേൾക്കുമ്പോഴാണ് എന്താണ് എന്നുള്ളത് ഒരു ചെറിയൊരു ഡൗട്ടിലിരിക്കുക. ഇതേ കേസാണ് എന്തിൽ വരുന്നത്? ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും വരുന്നത്. എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് എക്സ്പെൻസിൻ്റെ ഓപ്പണിംഗ് ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് കൂടിയാൽ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ എക്സ്പെൻസ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഡ്രോയിങ്സിന് നമ്മളങ്ങനെ പൊതുവെ അക്കൗണ്ട്സ് വരയ്ക്കാറില്ല. ഡ്രോയിങ്ങിൻ്റെ ആണെങ്കിലും ഡെബിറ്റ് ആണ്, ആൻഡ് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡപ്പ് ആണ് ചെയ്യുന്നത്. എൻട്രി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് ആണോ ഇല്ലെങ്കിൽ ക്യാഷ് ആണോ പോയതെന്നനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ അസറ്റ് എന്നാണ് എഴുതുക. ഇനി ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നേരെ തിരിച്ചു വരും. അതായത് ലയബിലിറ്റി ആണെങ്കിൽ അതിൻ്റെ ഓപ്പണിങ് ഇവിടെ വരും, ക്രെഡിറ്റ് സൈഡിൽ വരും. ലയബിലിറ്റി ആണെങ്കിലും അങ്ങനെയാണ് വരുന്നത്, ഇൻകം ആണെങ്കിലും അങ്ങനെയാണ് വരുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോഴും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി എന്നിട്ട് ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യും, ലയബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ടിപ്പ് ഇസ് AED ആൻഡ് LIC. ഓർത്ത് വെക്കുക, അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും, അസറ്റും എക്സ്പെൻസും ഡ്രോയിങ്സും ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണേ? ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ കുറച്ച് സ്പേസ് ഉണ്ട്, അതിൽ ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ശരിക്കും പറഞ്ഞ ഒരു
നമ്മുടെ മെയിൻ സംഭവമാണ്. ഇങ്ങനെ ഒരറ്റത്ത് എഴുതുന്ന ഇത് ശരിയല്ല, പക്ഷെ എന്നാലും ഇതിനകത്ത് കൂടുതൽ പറയാനില്ല. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ദാറ്റ് ഈസ് അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മൾ വേണ്ട ഇത്രയും കാര്യങ്ങളാണല്ലേ ഉള്ളത്. ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലോട്ട് പോകുന്ന ഐറ്റംസ്? അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ദെൻ ക്യാപിറ്റൽ ഉണ്ട് അല്ലേ. ഡ്രോയിങ്സ് ക്യാപിറ്റലിനകത്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇയും ഐയും എക്സ്പെൻസും ഇൻകം ഒക്കെ നമ്മൾ P&L അല്ലേ എടുക്കുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ ബാലൻസ് ഷീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യമാണ്. സോ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? 2 കോളം, അസറ്റ് കോളവും ലയബിലിറ്റി കോളം. ലയബിലിറ്റി കോളത്തിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റലിനെ ഇടുന്നത്. സോ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള രീതിക്ക് ചെയ്താലല്ലേ ബാലൻസ് ഷീറ്റ് ടാലി ആകത്തുള്ളൂ. അതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എപ്പോഴും അക്കൗണ്ടിങ് ഇക്വേഷൻ ഇതുപോലെ എടുത്ത് ചോദിക്കണം എന്നൊന്നുമില്ല. ഇറ്റ് മീൻസ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലയബിലിറ്റി ഈസ് ഈക്വൽ ടു, അങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? ലയബിലിറ്റിനെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ക്യാപിറ്റലിനെ നേരെ ഇപ്പുറത്ത് കൊണ്ടുപോകും. സോ ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഇനി അടുത്തത് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. തീർന്നു. ഇങ്ങനെയും വരാം. ഇങ്ങനെ വന്നാൽ അതായത് നമുക്ക് ഇപ്പോൾ CBSE പിള്ളേർക്കൊക്കെ ചോയ്സ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഡിഗ്രി പിള്ളേർക്ക് മീൻസ് ഫസ്റ്റ് ഇയേഴ്സിനാകുമ്പോഴായിരിക്കും ഇത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ വന്നാൽ ഉറപ്പായിട്ട് അതിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു ജനറൽ കാര്യമാണത്. ഇതിപ്പോൾ 3 ഐറ്റം ഉണ്ട്, സോ ഉറപ്പായിട്ട് 3 ഇക്വേഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ അത് ഏതൊക്കെ ഇക്വേഷൻസ് അതിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ തന്നെ ഇരുന്ന് നോക്കിയിട്ട് അങ്ങനെയും ചോദ്യം വരാം എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ റഫായിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മളെപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ടുള്ള. ഇപ്പോൾ സപ്പോസ് ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന നേരത്ത് നമുക്ക് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, BCom ആയിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ഇയറിൽ ഭയങ്കരമായിട്ട് കുത്തിയിരുന്ന് പഠിക്കും. പക്ഷെ അതിന് വെയിറ്റേജ് ഇല്ലാത്തൊരു പേപ്പർ ഭയങ്കരമായിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ടോട്ടൽ അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ വലിയൊരു ഇൻക്രീസ് ഉണ്ടാവില്ല. ഇറ്റ് ഡസൻ മീൻ ലൈക്ക് ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേർ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് പഠിക്കരുത് എന്നുള്ളതല്ല കേട്ടോ. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫേസ് ചെയ്യുമ്പോൾ അയ്യോ ഞാനിത് പഠിച്ചതിൽ ഇത് എവിടെയാണ് വരുന്നത്, എനിക്കറിയില്ലല്ലോ എന്നൊന്നും മൈൻഡിലോട്ട് വരില്ല. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെ ടൈപ്പ് അക്കൗണ്ട്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. മറ്റേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതൊന്നുമല്ല, അക്കൗണ്ട്സ് എന്തൊക്കെ എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അക്കൗണ്ട്സിനെ 2 ആയിട്ട് നമ്മൾ തിരിക്കും. ഓക്കെ, ഒന്ന് ഇംപേഴ്സണൽ ആൻഡ് അടുത്തത് പേഴ്സണൽ. പേഴ്സണൽ അക്കൗണ്ട്സ് പറഞ്ഞാൽ ആൾക്കാർ ഡീൽ ചെയ്യുന്ന അക്കൗണ്ട്സ്, ഇംപേഴ്സണൽ അതല്ലാത്തത്. സോ അഗെയിൻ ഇംപേഴ്സണലിനെ 2 ആയിട്ട് തിരിക്കും. റിയൽ അക്കൗണ്ട് എന്നും നോമിനൽ അക്കൗണ്ട് എന്നും. ഓക്കെ, റിയലും നോമിനൽ. ഇനി ഇതൊക്കെ എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര അക്കൗണ്ട്സ് ഉണ്ട്? റിയൽ ഉണ്ട്, നോമിനൽ ഉണ്ട്, പേഴ്സണൽ ഉണ്ട്. ഓക്കെ, ഇനി ഓരോന്നും എന്തിനൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. പേഴ്സണൽ എന്ത് തന്നെയാണ്? പേഴ്സൺസിനെ തന്നെയാണ് അല്ലേ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സൺസിനെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ആരാ വരിക? ഡെറ്റേഴ്സ് വരാം. ഡെറ്റേഴ്സിന് അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റേഴ്സിന് അക്കൗണ്ട് ഉണ്ട്. സോ അതെല്ലാം പേഴ്സണൽ അക്കൗണ്ടിലാണ്. ഇനി അടുത്തത് റിയൽ അക്കൗണ്ട്. റിയൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉള്ള കാര്യങ്ങൾ അല്ലേ,
അങ്ങനെ എടുക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് പറയുന്ന ഐറ്റം എന്ന് പറയുന്നത് അസറ്റ് ആയിരിക്കും. അസറ്റ്സ് ലൈക്ക് ടാഞ്ചിബിൾ എന്നല്ല, അസറ്റിനകത്ത് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ വരും. അസറ്റ്സ് ആ ഒരു ക്ലാസിഫിക്കേഷനെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് അക്കൗണ്ട് എല്ലാം റിയൽ അക്കൗണ്ട്സ് ആണ്. ദെൻ അടുത്തത് നോമിനൽ. ഇതിപ്പോൾ ബാലൻസ് ഷീറ്റിലെ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ, അപ്പോൾ P&L ഉണ്ടാവുമല്ലോ. സോ അതിൽ നോമിനൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എക്സ്പെൻസസ് ഒക്കെയാണ് വരുന്നത്. എക്സ്പെൻസ്, ലോസ്, ഗെയിൻ, ഇൻകം, ഇതെല്ലാം എന്ത് അക്കൗണ്ട്സ് ആണ്? നോമിനൽ അക്കൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ റൂൾ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതാണ് സംഭവം. ഓരോ അക്കൗണ്ടിനും ഓരോ റൂളാണ്. റിയൽ അക്കൗണ്ട് നമുക്ക് ആദ്യം നോക്കാം. റിയൽ അക്കൗണ്ടിനകത്ത് സാധനങ്ങളാണല്ലേ വരുന്നത്. അപ്പോൾ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മേടിക്കുക അല്ലെങ്കിൽ വിൽക്കുക എന്നുള്ളത്, വന്നിട്ടും പോകുന്നതുമായിട്ടുള്ള. സോ ആര് ഡെബിറ്റ് ചെയ്യും? ഡെബിറ്റ് വാട്ട്? അസറ്റ് അക്കൗണ്ട് അല്ലേ. അസറ്റ് കൂടുകയാണെങ്കിൽ അല്ലേ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലേക്ക് അസറ്റ് വരികയാണ്. സോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മനസ്സിലായല്ലോ? ഏത് അക്കൗണ്ടാണോ നോക്കുക, എന്നിട്ട് ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത നോമിനൽ അക്കൗണ്ട്സ് ആണ്. നോമിനൽ അക്കൗണ്ട്സിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്. Expenses and loss, credit all income and gain. ഇതാണ് ഇതിൻ്റെ റൂൾ. 4 ഐറ്റം അല്ലേ. എക്സ്പെൻസിനെയും ലോസിനെയും ക്രെഡിറ്റ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, ഗെയിനിനെയും ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് അല്ലേ. പേഴ്സണൽ അക്കൗണ്ട്സിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ചുമ്മാ ഒന്ന് ആലോചിച്ചു, ഡെറ്റേഴ്സ്. ഓക്കെ, ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള ആൾക്കാർ. അപ്പോൾ അവർ നമുക്ക് എന്താണ്? ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അവർ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ അപ്പോൾ ഗിവർ ആയിരിക്കും, അത് റിസീവർ ആയിരിക്കുമോ? റിസീവർ അല്ലേ. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് റിസീവർ, ഡെബിറ്റ് ദ ഗിവർ. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ. ദീസ് റൂൾസ് ആർ കോൾഡ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ട്സിൽ ഏതൊരു അക്കൗണ്ട് എടുത്താലും ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ പെട്ടിരിക്കും. ആൻഡ് ഓൾസോ ഈ 3 റൂൾസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അതിൽ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആണേ? ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും മതി നമുക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് എന്നുള്ളത് വഴിയെ അറിയിക്കുന്നതാണ്. ആൻഡ് അഗെയിൻ ജസ്റ്റ് ഒരു ബേസിക്സ്, അക്കൗണ്ട്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഒരു ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കണ്ട എന്നുള്ളതുകൊണ്ട് ആണ് ഞാൻ കുഞ്ഞു കുട്ടി കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യിക്കാമെന്ന് വെച്ചത്.